MRIയിൽ കാണുന്ന ഡിസ്ക് ബൾജും നിങ്ങളുടെ നടുവേദനയും തമ്മിൽ ചിലപ്പോൾ ബന്ധമുണ്ടാവണമെന്നില്ല. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ താഴെ വന്നൊരു കമന്റാണ്, അപ്പോൾ MRIയിൽ കാണിക്കുന്ന ഡിസ്ക് ബൾജ് തെറ്റാണോ എന്നാണ്. ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം പല ഡോക്ടർമാരും MRIക്ക് എടുത്ത് അതിൽ കാണുന്ന ഡിസ്ക് ബൾജ് ആണ് നിങ്ങളുടെ ബാക്ക് പെയിൻ കാരണമെന്നാണ് ഡയഗ്നോസിസ് എഴുതി വെക്കാറ്. എന്നാൽ ഇത് ശരിയല്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ അടുത്തൊരു പേഷ്യന്റ് വന്നു. 1991 അദ്ദേഹത്തിന്റെ വീടിന്റെ എന്തോ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാളുടെ കൂടെ സഹായിക്കാൻ വേണ്ടി ഒരു കൊട്ട മെറ്റൽ എടുത്ത് കുറച്ചു ദൂരം കൊണ്ട് കളയേണ്ട ഒരു ജോലി എന്തോ ചെയ്തു. അത് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ബാക്കിൽ നിന്ന് ഒരു സൗണ്ട് കേട്ട് 1991 മുതൽ 2026 അദ്ദേഹം ഇപ്പോഴും അതിന് പല ഡോക്ടർമാരെയും കണ്ട് ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിന് ഒരു പെർമനന്റ് സൊല്യൂഷൻ ആൾക്ക് കിട്ടുന്നില്ല. ഇതിനോടകം തന്നെ ഒരു 5-6 MRI അദ്ദേഹം എടുത്തു. ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോകുമ്പോഴും വേറെ സ്ഥലത്ത് എടുത്ത MRI ഇവിടെ ആക്സെപ്റ്റ് ചെയ്യില്ല, അതുകൊണ്ട് വേറെ പുതിയ MRI എടുക്കണം എന്നാണ് അദ്ദേഹത്തോട് പറയുന്നത്. അപ്പൊ ഈ MRIയിലെല്ലാം തന്നെ ഡിസ്ക് ബൾജ് ആണ് കാണിക്കുന്നത്. എന്നാൽ ഇവിടെ വരികയും ഞാൻ കൃത്യമായിട്ട് ക്ലിനിക്കൽ അസസ്മെന്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ നടുവേദന കാരണം SI ജോയിന്റ് ഡിസ്ഫങ്ഷൻ ആണെന്നും അത് ഡിസ്ക് ബൾജ് മൂലമല്ല എന്നും കൃത്യമായി കാണിച്ചു കൊടുത്തു. ഡിസ്ക് ബൾജ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ രണ്ട് നട്ടിൽ കംപ്രസ് ചെയ്യുമ്പോൾ ഇവിടെയാണ് ഈ ഡിസ്ക് ബൾജ് വരുന്നത്. ഈ ഡിസ്ക് ബൾജ് ചെയ്ത് നമ്മൾ നെർവിൽ കംപ്രസ് ചെയ്യുമ്പോഴാണ് അതുമൂലം ഉണ്ടാകുന്ന വേദനയോ താഴത്തേക്കുള്ള ഷൂട്ടിംഗ് പെയിൻ ഒക്കെ ഉണ്ടാകുന്നത്. 90% ആൾക്കാർക്കും ഈ ഡിസ്ക് ബൾജ് ഉണ്ടാവും. എന്നാൽ അത് നെർവിൽ കംപ്രസ് ചെയ്യണമെന്നില്ല. നെർവ് കംപ്രഷൻ അധികമായാൽ കാലിന്റെ പേശികൾക്ക് ബലക്ഷയം വരികയും മലമൂത്ര വിസർജനം നമുക്ക് കൺട്രോൾ ഇല്ലാതെ വരികയും ഉൾത്തുടയിലും മലദ്വാരത്തിന്റെ ഭാഗത്തൊക്കെ നല്ലപോലെ തരിപ്പ് വരുന്ന കണ്ടീഷൻ ഉണ്ടാകുമ്പോഴൊക്കെയാണ് അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് കണക്കാക്കപ്പെടുന്നത്. ആ സമയത്താണ് നമ്മൾ സാധാരണ സർജറി നിർദ്ദേശിക്കാറ്. സർജറി ചെയ്തില്ലെങ്കിൽ ആ ഒരു പേഷ്യന്റ് പാരലൈസിസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. 20-25 വർഷവും നടുവേദനയായി ബുദ്ധിമുട്ടുന്ന ആൾക്കാർ അത്യാവശ്യം അവനവന്റെ കാര്യം നടക്കുന്നു, നടുവേദനയുണ്ട്, അത് ഡിസ്ക് ബൾജ് മൂലമാണെങ്കിൽ ഇതിനോടകം തന്നെ അവരെല്ലാം പാരലൈസ് ആയിരിക്കണം. അതല്ലാത്തതിന്റെ കാരണം അവിടെ അത് SI ജോയിന്റ് ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണ് അവർ നടുവേദന എന്നുള്ളതാണ്. SI ജോയിന്റ് ഡിസ്ഫങ്ഷൻ എന്ന കണ്ടീഷൻ വരുമ്പോൾ ആൾക്കാർക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വേദനയായിരിക്കും. നടക്കാനും എടുക്കാനും ഇരിക്കാനും ഒക്കെയാണ് ബുദ്ധിമുട്ടുണ്ടാവുക. ഇത്തരം ബലക്ഷയം അല്ലെങ്കിൽ പാരലൈസിസ് പോലെ അവസ്ഥകൾ ഉണ്ടാവില്ല. അതുകൊണ്ട് MRI എല്ലാം തികഞ്ഞ ഒരു ടെസ്റ്റ് അല്ല. അതിനോടൊപ്പം തന്നെ ക്ലിനിക്കൽ അസസ്മെന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ വേദന അത് നെർവ് പെയിൻ ആണോ, അതോ മസിൽ പെയിൻ ആണോ, അതോ വേറെ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ കൊണ്ടാണോ, ഏത് ജോയിന്റിലാണ് വേദന വരുന്നത്, ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് വേദന വരുന്നത്, എന്ത് ചെയ്യുമ്പോഴാണ് വേദന കൂടുന്നത് കുറയുന്നത്, ഇതെല്ലാം കൃത്യമായിട്ട് അസസ് ചെയ്താണ് ഡയഗ്നോസിസ് കറക്റ്റ് ആവുകയുള്ളൂ. അടുത്ത വീഡിയോയിൽ MRI സ്കാൻ ഇല്ലാതെ തന്നെ നമ്മളുടെ ഡിസ്ക് ബൾജിന്റെ ലെവൽ എവിടെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തി തരാം. അത് കാണാൻ ഈ അക്കൗണ്ട് എന്തായാലും ഫോളോ ചെയ്തോളൂ.